പാവപ്പെട്ടവരുടെ കൊച്ചു സഹോദരിമാർ എന്ന് പറഞ്ഞിട്ടാണ് ഈ കോൺഗ്രിഗേഷൻ ആരംഭിച്ചത്. അപ്പോൾ 25 വർഷം മുമ്പ് ഇവിടെ ഒരു ആഘോഷം നടന്നപ്പോൾ അന്ന് ഞാനിവിടെ ഒന്ന് പ്രസംഗിച്ചായിരുന്നു. അന്ന് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞൊരു വാചകം ഇന്ന് ഞാൻ മറന്നിട്ടില്ല, ഒരിക്കലും ഞാൻ മറക്കുകയില്ല. അഗതികളുടെ സഹോദരിമാർ അഗതിയാവാത്ത നിമിഷം ഉണ്ടാവരുത്, അഗതിയോട് കൂടെ ആവാത്ത നിമിഷം ഉണ്ടാവരുത്. അപ്പോൾ വൺ ഹൂ ഷുഡ് ഡിസപ്പിയർ ആൻഡ് സോ ദാറ്റ് മദർ ലിസ് പറഞ്ഞതായിരുന്നല്ലോ, ഇഫ് യു ഡോണ്ട് ഡിസപ്പിയർ യു ഡോണ്ട് അലോ ക്രൈസ്റ്റ് ടു അപ്പിയർ. നീ നിന്നിൽ നിന്നും അപ്രത്യക്ഷമായില്ലെങ്കിൽ നിന്നിലുള്ള ക്രിസ്തുവിനെ പ്രത്യക്ഷമാക്കാൻ നിനക്ക് കഴിയില്ല എന്നുള്ളൊരു സന്ദേശം. അതുകൊണ്ടാണ് അഗതിയാവാന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഡെസ്റ്റിറ്റ്യൂട്ട് ആവാതെ, കാരണം ഇത് കോൺഗ്രിഗേഷൻ ഓഫ് ദ ഡെസ്റ്റിറ്റ്യൂട്ട് ആണ്, വേറെ ഒന്നിൻ്റെ അല്ല. അപ്പോൾ ഒരു അഗതി ആവാത്ത ഒരു സഹോദരിക്ക് അഗതികളുടെ സഹോദരി ആവാൻ പറ്റില്ല. അഗതികളുടെ സഹോദരി ആവണമെന്നുണ്ടെങ്കിൽ ഒരു അഗതി തന്നെ ആവണം. അതുകൊണ്ട് അഗതികളുടെ സഹോദരി എന്നുള്ള ആ ഒരു ഒറിജിനൽ ഫൗണ്ടേഷണൽ കരിസം ഒരിക്കലും മറക്കരുത്. ഒരുപക്ഷെ 100 വർഷം കഴിഞ്ഞ് ഇനി ഒരു അടുത്ത അധ്യായത്തിലേക്ക് കിടക്കുമ്പോൾ എനിക്ക് പറയാൻ തോന്നിയ സെന്ററി സന്ദേശങ്ങൾ മാത്രമേ ഉള്ളൂ. ഉറവിടങ്ങളിലേക്ക് തിരിച്ചു പോവുക. ഒരു ഗീവർഗീസ് നട്ട് 2 വർഷം നനച്ചിട്ട് മറ്റൊരു ഗീവർഗീസ് 42 വർഷം നട്ടു വളർത്തിയ ഒരു സഭയാണിത്. അന്ന് ആ 2 ഗീവർഗീസുമാരുടെ മുമ്പിലും ഒരേ ഒരു പാവപ്പെട്ടവരുണ്ടായിരുന്നുള്ളൂ. അവർക്ക് 5 അഡ്രസ്സാണ് അവർ കൊടുത്തിരുന്നത്. 1 ആരുമില്ലാത്തവർ, 2 ഒന്നുമില്ലാത്തവർ, 3 ആർക്കും വേണ്ടാത്തവർ, 4 ഒന്നിനും കൊള്ളാത്തവർ, 5-മത്തെ ആർക്കും വേണ്ടാത്തവർ. ഈ 5 അഡ്രസ്സാണ് അവർക്കുള്ളത്. ഒന്നുമില്ലാത്തവർ, ആരുമില്ലാത്തവർ, ഒന്നും കൊള്ളാത്തവർ, ആർക്കും വേണ്ടാത്തവർ. ഈ 5 അഡ്രസ്സിലാണ് അന്ന് പോവർട്ടിയെ കണ്ടിരുന്നത്. ആ 5 അഡ്രസ്സ് ഇന്നും പാവപ്പെട്ടവന്റെ മേൽവിലാസം തന്നെയാണ്. അത് മറ്റ് പാവപ്പെട്ടവരെ തേടി പോകണ്ട എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഈ പാവപ്പെട്ട അഗതിത്വത്തിനുള്ള പ്രസക്തി നഷ്ടപ്പെടാത്തിടത്തോളം കാലം ഈ ദാരിദ്ര്യം എന്നുണ്ട്. കാരണം നമ്മൾ ഇപ്പോഴത്തെ ഈ കമ്പോള സംസ്കാരം നമുക്ക് ഈ ചവച്ച് തള്ളുന്ന ഒരു കൂട്ടറുണ്ട്. ആ കൂട്ടറിൽപ്പെട്ടതാണ് 5 കൂട്ടർ ഞാൻ പറഞ്ഞത്. ആ തള്ളുന്നവരെ ചവച്ച് പുറത്ത് കളയവർക്ക് വേണ്ടിയിട്ട് ആരും ഒന്നുമില്ല. അവർക്ക് വേണ്ടിയിട്ട് ആര് വന്നാലും കുഴപ്പമില്ല. അത് ആർക്കും വേണ്ടാത്തവരും ഒന്നുമില്ലാത്തവരും ആർക്കും പിന്നെ ഒന്നിനും കൊള്ളാത്തവരും പിന്നെ ഒക്കെ ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതുകൊണ്ട് അതുകൊണ്ടാണ് ഇംഗ്ലീഷ് പറയുന്നത് ദ ലീസ്റ്റ്, ദ ലാസ്റ്റ് ആൻഡ് ദ ലോസ്റ്റ്. ആ 3 പേരുടെ കൂടെ നിൽക്കാൻ നമുക്ക് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും സാധിക്കും. നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടല്ലേ, ദ കമ്പാഷനേറ്റ് ലവ് ഓഫ് ജീസസ് ആർ ജീസസ് ടു ബി വാട്ട്. അതൊരു ചോദ്യം ഞാൻ സിസ്റ്റർമാരോട് ചോദിക്കുന്നത്, ടു ബി വാട്ട്? ഉടനെ ഉത്തരം പറഞ്ഞു ടു ബി കമ്പാഷനേറ്റ് അല്ല. എൻ്റെ അഭിപ്രായത്തിൽ ടു ബി ദ കമ്പാഷൻ. ഇവിടെ ഞാൻ ഡെസ്റ്റിറ്റ്യൂട്ട് ആവണമെന്നുണ്ട്. ദ കമ്പാഷനേറ്റ് ഓഫ് ലവ് urges every sister in the congregation of the destitute to be the compassion, to be the altered definition of the word compassion. അല്ലാത്ത പക്ഷെ നമുക്ക് ഒരിക്കലും മനസ്സിലാവില്ല. കാരണം ഈ സമൂഹത്തിൽ ഇന്ന് കാണുന്ന കമ്പാഷൻ പലതരത്തിലുള്ള കമ്പാഷനാണ്. പക്ഷെ അഗതികളുടെ സഹോദരിമാർ കൊടുക്കുന്ന ഒരു കമ്പാഷൻ എന്ന് പറയുന്നത് അത് ഒരു വലിയ നിർവചനം തന്നെയാണ്. ആ നിർവചനം യേശു കൊടുത്തൊരു അവസരം കൂടെ കൊണ്ടുണ്ട്. യേശു ഈ അപ്പം വർദ്ധിപ്പിക്കുന്നത് മർക്കോസ് സുവിശേഷത്തിലാണ് ആ ഭാഗം കൃത്യമായിട്ട് പറയുന്നത്. അപ്പം വർദ്ധിപ്പിക്കുന്നതിന് മുമ്പായിട്ട് യേശു ഒരു കൂട്ടരോട് അനുകമ്പ തോന്നി എന്ന് പറയുന്നുണ്ട്. അനുകമ്പ തോന്നി, കാരണം വളരെ വിഷമിച്ച് യേശു ശ്രമിക്കാൻ പോയി. പക്ഷെ ഒരു കൂട്ടരെ കണ്ടപ്പോൾ അവർക്ക് അനുകമ്പ തോന്നി. അനുകമ്പ തോന്നാൻ കാരണം എന്തായിരുന്നു? അവർ ഇടയനില്ലാത്ത ആടുകളായിരുന്നു. ഇടയനുള്ള ആളുകളുടെ അടുത്ത് വേണോ നമ്മൾ ഈ അഗതികളുടെ സഹോദരിമാര് ശുശ്രൂഷ ചെയ്യാൻ, അതോ ഇടയനില്ലാത്ത ആളുകൾ? എൻ്റെ അഭിപ്രായത്തിൽ ഇടയനില്ലാത്ത ആളുകളാണ് അഗതികൾ. ഈ അഗതികൾ എന്ന് പറയുന്നത് ഇപ്പൊ യാക്കോബിന്റെ ലേഖനത്തില് 1:27 നല്ലൊരു നിർവചനം അവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ പറഞ്ഞ അവസാനിപ്പിച്ചോളാം. അത് ദൈവപിതാവിന്റെ മുമ്പിൽ സ്വീകാര്യമായ ഭക്തിയെ കുറിച്ച് പറയുന്നതാണ്. അനാഥരുടെയും വിധവകളുടെയും ഞെരുക്കങ്ങളിൽ അവരുടെ സഹായത്തിന് എത്തുക, ലോകത്തിന്റെ കളങ്കമേൽക്കാതെ തന്നെ കാത്തു സൂക്ഷിക്കുക. അഗതികളുടെ സഹോദരിമാര് ലോകത്തിന്റെ കളങ്കമേൽക്കാതെ കാത്തു സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ സഭാവസ്ത്രം മാത്രം പോരാ. അവരെ സംബന്ധിച്ചിടത്തോളം അവര് വിളിക്കപ്പെട്ട ഇടങ്ങളിലായിരിക്കണം. വിളിക്കപ്പെട്ട ഇടങ്ങളിലായിരുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ ലോകത്തിന്റെ കളങ്കമേൽക്കുന്ന ശുശ്രൂഷയിലായി പോകും. നിങ്ങൾ ലോകത്തിന്റെ കളങ്കമേൽക്കുന്ന ശുശ്രൂഷയിലേക്ക് ആവാൻ വേണ്ടി വിളിക്കപ്പെട്ടിട്ടില്ല. ചാനൽ സിസ്റ്റർ ഡിസ്ക്യൂട്ട് ചോദിച്ചു. സിസ്റ്റർ ഇടക്കൊന്നുകാരിയാണ്, അയൽക്കാരനാണ്, എനിക്ക് കൃത്യമായിട്ട് അറിയാവുന്നത്. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞൊരു മിഷണറി ആവണമെന്നുള്ള ചെറുപ്പത്തിലുള്ള ആഗ്രഹം, അതുകൊണ്ടാണ് ഞാൻ മിഷൻ പ്രൊവിൻസ് തിരഞ്ഞെടുത്തതെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എൻ്റെ അടുത്തൊരു സമയം കിട്ടാത്ത ആരാണ് മിഷണറി എന്നുള്ളൊരു ചോദ്യം ചോദിക്കണമായിരുന്നു. ഈ ഡെസ്റ്റിറ്റ്യൂട്ട് സിസ്റ്റേഴ്സിനെ സംബന്ധിച്ചുള്ള മിഷണറി എന്നുള്ള വാക്കിന് വേറൊരു അർത്ഥമുണ്ട്.
അവർ അയക്കപ്പെട്ടവരാണ്. എവിടേക്ക് അയക്കപ്പെട്ടവരാ? ഈ അഗതികളുടെ അടുത്തേക്ക് അയക്കപ്പെട്ടവരാണ്. ഞങ്ങളുടെ പ്രദേശത്തേക്ക് അല്ല. അവര് സുവിശേഷവൽക്കരണത്തിന് അയക്കപ്പെട്ടിട്ടുള്ള പിന്നെ അഗതികളുടെ സഹോദരന്മാരല്ല. നമ്മുടെ ഈ ഉറവിടങ്ങളുടെ ഈ കാര്യസം തിരിച്ചറിയാത്തോളം കാലം എനിക്ക് തോന്നുന്നില്ല ഈ വന്യപിതാക്കന്മാർ നമുക്ക് മാപ്പ് തരുന്നു. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇനി ഈ കോൺഗ്രിഗേഷൻ മദർ തെരേസ പറഞ്ഞാൽ ഇഫ് യു ഡോണ്ട് വാണ്ട് ടു ബി യു ഗെറ്റ് ഔട്ട് പ്ലീസ് ഗോ ഔട്ട് എന്ന് പറഞ്ഞു. ഒരിക്കൽ ഞാൻ ആ സംഭാഷണം ഇപ്പോഴും കേൾക്കുന്നുണ്ട്. ഒരു ലോ ആൻഡ് ഓർഡർ പ്രോബ്ലം ആയിരിക്കും. എന്തുകൊണ്ട് മദർ തെരേസ ദേഷ്യപ്പെട്ടാൽ പറയുന്നത് ഇഫ് യു ഡോണ്ട് വാണ്ട് ടു പ്ലീസ് ഗോ ഔട്ട്, വേണം നിൽക്കണ്ട. അങ്ങനെ അഗതിയാവാതെയും അഗതികളുടെ സഹോദരിയാവാതെയും അഗതിക്ക് വേണ്ടി ജീവിക്കാനായിട്ട് ആ അഗതിത്വം അവനവനിൽ പേറുകയും ചെയ്യാൻ സാധിക്കാത്ത ഒരാൾക്ക് ഈ കോൺഗ്രിഗേഷനിൽ അംഗമായിരിക്കാൻ പറ്റില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെയുള്ള ഒരു സഹോദരന്മാരുടെ അഗതികളുടെ സഹോദരിമാരുടെ സഭയായതുകൊണ്ടാണ് ഈ അഗതികളുടെ സഹോദരൻ ഇതിനു വേണ്ടി മാത്രം ഡൽഹിയിൽ നിന്ന് വന്നതും ഉടനെ തിരിച്ച് ഡൽഹിക്ക് പോകുന്നത്. കാരണം ഇവിടെ നിന്നിട്ട് കാര്യമായ അഗതികളെ ഞാൻ കണ്ടിട്ടില്ല. കുറച്ചും കൂടെ കൂടുതൽ അഗതികളെ കണ്ടിട്ടുള്ളത് ഡൽഹിയിലായതുകൊണ്ടാണ് അവിടെ നിൽക്കുന്നത്. എന്തുകൊട്ടെ, അത് വേറൊരു ദിവസം പറയാൻ വേണ്ടി ഞാൻ ആഗ്രഹിച്ച വേണ്ട, സമയമില്ലാതെ ഞാൻ പോകുന്നില്ല. പ്രിയപ്പെട്ട സിസ്റ്റർമാരെ, ഈ സിസ്റ്റർമാരുടെ അഭ്യുദയാംശങ്ങളായിട്ടുള്ള പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, ഇവരുടെ ഈ ശുശ്രൂഷകളുടെ ഭാഗമായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇവരുടെ സന്യാസിമാരുടെ മാതാപിതാക്കന്മാരായിട്ട് വന്നിട്ടുള്ളവരെ, നമുക്കൊക്കെ ഇവർ വലിയൊരു അഭിമാനമാണ്. കാരണം എനിക്കോ നിങ്ങൾക്കോ ചെയ്യാൻ കഴിയാത്ത സ്ഥലത്തേക്കും എനിക്കോ നിങ്ങൾക്ക് എത്താൻ പറ്റാത്ത സ്ഥലത്തേക്കും എനിക്കോ നിങ്ങൾക്കോ ആയിരിക്കാൻ പറ്റാത്ത ഇടങ്ങളിലേക്കും വേണ്ടി അവിടെ ആയിരിക്കും എന്നുള്ള പ്രതിജ്ഞയോടുകൂടി അവിടെ ആയിരിക്കാൻ വേണ്ടി സ്വയം സമർപ്പിക്കാൻ വേണ്ടിയിട്ട് അവനവനെ മറന്ന് അവനവനെ വിസ്മരിച്ച് സ്വയം അനാഥയായി തീർന്ന് നിങ്ങളെക്കുറിച്ച് ഞങ്ങൾ അഭിമാനം കൊള്ളുന്നു.